സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാഴയുടെ കിഴങ്ങ് കൊണ്ട് ഒരു വറവുണ്ടാക്കാം. ഇത് പഴയ കാലങ്ങളിൽ മുത്തശ്ശിമാർ ഉണ്ടാക്കിയ വറവാണ്. വാഴയുടെ കിഴങ്ങ് നല്ലതുപോലെ ചെത്തി വൃത്തിയാക്കി വട്ടത്തിൽ മുറിച്ച് ചെറുതായി അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ മുറിച്ച ശേഷം ഈ നൂല് പോലുള്ള സാധനം വലിച്ചു കളയണം. അതിനുശേഷമാണ് ചെറുതായി മുറിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ചെറുതായി മുറിച്ച കിഴങ്ങ് കഞ്ഞിവെള്ളത്തിൽ 10 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കാം. കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ കറ പോവാൻ വേണ്ടിയാണ്. 3 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് 3 ആവി വരുന്നവരെ വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 5-6 വെളുത്തുള്ളിയും 2 ചെറിയ ചുവന്നുള്ളിയും കൂടി നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത് ഒതുക്കിയെടുത്ത കൂട്ടാണ്. കുക്കർ തുറന്നു നോക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം 1 കപ്പ് ചെറുപയർ വേവിച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒതുക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി പാൻ വെച്ച് ഇതൊന്ന് വറുത്തിടാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വാഴക്കന്ന് വേവിച്ചതും ഇട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.